ഉത്തരേന്ത്യയിൽ അതിശൈത്യം രൂക്ഷമായി തുടരുകയാണ്. ദൃശ്യപരിധി പലയിടങ്ങളിലും 0. ശൈത്യം റോഡ് റെയിൽ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. മൂടൽമഞ്ഞിൽ നിരവധി വിമാനങ്ങൾ വൈകിയതോടെ മണിക്കൂറുകൾ നേരം യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. 100-ലേറെ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഗോവയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഇൻഡിഗോയുടെ വിമാനം മുംബൈയിൽ ഇറക്കി. മൂടൽമഞ്ഞിനെ തുടർന്നുള്ള വിമാനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി യാത്രക്കാർക്ക് നൽകാൻ DGCA വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ വായുമലിനീകരണം ഉയർന്നതോടെ നിയന്ത്രണങ്ങളും കർശനമാക്കി. താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയ വാഹനങ്ങൾ തടയുന്നതിനായി അതിർത്തികളിൽ പോലീസ് പരിശോധന തുടരുകയാണ്. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ, പട്യാല, അംബാല, ചണ്ഡീഗഡ്, പാലം, ബറേലി, ലക്നൌ, ബഹ്റൈച്ച്, വാരണാസി, പ്രയാഗ്രാജ്, തേസ്പൂർ എന്നിവിടങ്ങളിലാണ് ഈ ശൈത്യകാലത്ത് ആദ്യമായി ദൃശ്യപരിധി 0 രേഖപ്പെടുത്തിയത്. ഞായറാഴ്ച രാവിലെ ശരാശരി കുറഞ്ഞ താപനില ഏകദേശം 3 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞതോടെ ദേശീയ തലസ്ഥാനം തണുത്ത കാലാവസ്ഥയിൽ വിറച്ചു. ഡൽഹിയിലെ സഫ്ദർജംഗ് മേഖലയിൽ 3.5 ഡിഗ്രി സെൽഷ്യസാണ് കുറഞ്ഞ താപനില. പാലത്തിൽ 5.9 ഡിഗ്രി സെൽഷ്യസും ലോധി റോഡിൽ 3.4 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ബീഹാർ, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവയുടെ ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ മൂടൽമഞ്ഞ് തുടരുകയാണ്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.